Hello dears, welcome back to Silent Learning. It's me Sri Bhama SB. മക്കളെ ഇതാ നിങ്ങളുടെ പരീക്ഷയായല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് പഠിക്കാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകാം അല്ലേ. നോക്കടാ, ചിത്രം നിരീക്ഷിച്ചിട്ട് ABC എന്നത് ഏത് അസ്ഥികൂടാണെന്ന് കണ്ടുപിടിക്കുക. ഏതാ, ബി ഏതാ, സി ഏതാന്ന് കണ്ടുപിടിക്കുക. അസ്ഥികൂടത്തിൻ്റെ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അസ്ഥികളുടെ പ്രയോജനം ഏതാനും പറഞ്ഞിട്ടുണ്ട്. നോക്കടാ മക്കളെ, ഈ തലയുടെ ഭാഗത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് തലയോട്ടിയുടെ ഭാഗമാണ്, തലയോട്ടിയാണെന്നറിയാം. പിന്നെ ഇവിടെ എന്തുണ്ട്? നട്ടൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭാഗം നെഞ്ചിന്റെ ഭാഗത്ത് എന്തുണ്ട്? നമുക്ക് ഇങ്ങനെ റിപ്സ്, വാരിയല്ലുകൾ ഉണ്ടെന്നറിയാം. അപ്പൊ ബി കിട്ടി. ആൻഡ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ മുട്ടല്ലേ, കാൽഭാഗം അല്ലേ, ആ കാലിന്റെ ഭാഗത്തുള്ള അസ്ഥികളാണല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. തലയോട്, വാരിയല്ല്, നട്ടല്ല, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ബോൺസ് എന്ന് പറയുന്നത്, അസ്ഥികൾ എന്ന് പറയുന്നത് അല്ലേ. സ്കള്ളും റിബ്സും വെർട്ടിബ്രൽ കോളംസ് ആണ് ഉള്ളത്. ആൻഡ് ഇത് എന്താണ്? ഇതിൽ പലതിലും വലിയ വലിപ്പത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ തലയോട് പോലെയുള്ള ഇവിടെ നെഞ്ചിന്റെ ഭാഗം പോലെയുള്ള കാലിന്റെ ഭാഗം, കൈന്റെ ഭാഗം ഒക്കെ ഡിഫറെന്റാ അല്ലേടാ. അപ്പൊ തലയോട് എന്തിനു വേണ്ടിയിട്ടാ? തലയോട് എന്ന് പറയുന്നത് നമുക്കറിയാം തലച്ചോലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദ സ്കൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബ്രെയിൻ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ ബ്രെയിൻ അല്ലേ എടാ മക്കളെ, നമ്മുടെ ബുദ്ധിയൊക്കെ ഉള്ളത് നമ്മുടെ തലച്ചോറിന്റെ ഭാഗത്താ. നമ്മള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും സെറ്റാക്കുന്നതും ഒക്കെ അവിടെയാ. അപ്പൊ അതിനെ നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തലയോട്ടി ഉള്ളത്, സ്കളുള്ളത്. ആ തലയോട്ടിയുടെ താഴെ കീഴ്ത്താടി എല്ലുണ്ട്, ഈ ഭാഗമുണ്ട്. ഇന്ന് നന്നായിട്ട് കണ്ടോ കുഞ്ഞിനും കട്ടിയെന്ന് പറയുന്നത് ചലിപ്പിക്കാൻ വേണ്ടി പറ്റും. ചലന സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഏറ്റവും ബലമുള്ള, ശരീരത്തിലെ ബലമുള്ള എല്ലുകളും നമ്മുടെ ഈ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്താണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. ശരീരത്തെ നിലനിർത്തുന്നത് നമ്മുടെ നട്ടില്ല. എപ്പോഴും പറയില്ല, നട്ടെല്ലാം നിവർത്തിയിരിക്കണം, ഇതെങ്ങനെ നിൽക്കണം നമ്മളല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. സോ നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ് നമ്മളെ ബോഡി ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ആൻഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ആഘാതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് പ്രശ്നം വരും. നട്ടലിനൊക്കെ പ്രശ്നം വന്നാൽ നമ്മൾ പിന്നെ കിടന്നു പോടാ, നമുക്ക് എണീക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ മെയിൻ സാധനം പറഞ്ഞാൽ ഈ ഭാഗം, നട്ടല്, ഈ ഭാഗത്തിന് എന്തെങ്കിലും പറ്റിയാൽ തീരുമാനമായി അല്ലേ. ആൻഡ് അതേപോലെ ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് വാരിയല്ലുള്ളത്. നമുക്കറിയാം നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞ ശ്വാസകോശം, ലങ്സ് ഉണ്ട്, നമ്മുടെ കുഞ്ഞ് ഹാർട്ട് ഉണ്ട്, ഇതൊക്കെ ഈ ഭാഗത്തുള്ളേ. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റിബ്സ് ഉള്ളത്, വാരിയല്ലുള്ളത്. അപ്പം അതും പഠിച്ചു, സെറ്റാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സെറ്റല്ലടാ. അടുത്ത് നോക്കാം. സ്വാഭാവിക കാന്തങ്ങൾ എന്താൽ എന്ത്, ഇവിടെ പ്രത്യേകത എന്ത്? അതുപോലെ കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കുന്നവയാണല്ലോ. ശക്തിയേറിയ കൃത്രിമ കാന്തം ഉണ്ടാക്കാൻ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അലോയ് ഏത്, ലോഹസങ്കരം ഏതെന്ന് ചോദിച്ചിട്ട് നോക്കടാ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടുള്ള കാന്തങ്ങൾ അല്ലേ, നോർമലി നമുക്ക് കിട്ടുന്നത്. ഇവയ്ക്ക് വളരെ ശക്തി കുറവായതുകൊണ്ട് അവയുടെ ഉപയോഗം കുറവാണ് അല്ലേ. പ്രകൃതിയിൽ നിന്ന് സാധാരണ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് അത്ര കാര്യമായിട്ട് നമുക്ക് പരിപാടി നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃത്രിമമായിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നോക്കുക, ആൻ അലോയ് ഓഫ് അൽനിക്കോ യൂസസ് ഫോർ മേക്കിംഗ് ദ സ്ട്രോങ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അൽനിക്കോ അതിൽ തന്നെയുണ്ട് അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അയൺ. ഈ 4 ആളുകളും കൂടെ കൂടിയിട്ടുള്ള ലോഹസങ്കരമാണ് നമ്മൾ നിർമ്മിക്കുന്ന, നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മനുഷ്യന്മാരായിട്ട് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ അൽനിക്കോ എന്ന് പറയുന്ന ലോഹസങ്കരത്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മൾ സെറ്റായിട്ട് ഡിസ്കസ് ചെയ്തു. ഇതാ നോക്കുക, പേര് തന്നെ ഉണ്ടടാ. അൽ ഫോർ അലുമിനിയം, നീ ഫോർ നിക്കൽ ആൻഡ് ഒരു അയേൺ എക്സ്ട്രാ. ഈ അയ്യ വേണമെങ്കിൽ നമുക്ക് അയേണിന് കൊടുക്കാം. ആൻഡ് കോ ഫോർ കൊബാൾട്ട്. അപ്പം അൽനിക്കോ പഠിച്ചു വെക്കാം, മറക്കല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബാർ മാഗ്നറ്റിൽ ഇരുമ്പ് പൊടി ആകർഷിക്കുന്ന ചിത്രങ്ങളാണ്. ഇതിലൊന്നാണോ രണ്ടോ ശരിയെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇതല്ലേ ശരി, ചിത്രം 2 അല്ലേ. കാരണം നമുക്കറിയാം ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്താൽ അതിൽ സൈഡിലാണ് അട്രാക്ഷൻ കൂടുതൽ അല്ലേ. ഈ സൈഡുകളിലായിരിക്കും അട്രാക്ഷൻ കൂടുതൽ. ഈ സൈഡും ഭയങ്കര സ്ട്രോങ് ആണ്. ബിസിഡ് ഈ കൈയും ഭയങ്കര സ്ട്രോങ് ആണ്. ആരിടിക്കാൻ വന്നാലും പുഷ് ഇവിടുന്ന് പിടിക്കാം അല്ലേ. അതുപോലെയാണ് നമ്മുടെ ഒരു മാഗ്നറ്റിന്റെ കേസിൽ അതിന്റെ പോളുകളിൽ, ധ്രുവങ്ങളിലായിരിക്കും ആകർഷണ ശക്തി ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പൊ നോക്കുക, കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെയാണ് നമ്മൾ കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. ദ എൻഡ് ഓഫ് ദ പോർഷൻ ഓഫ് മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഇറ്റ് ഈസ് സ്ട്രോങ്ലി ഫെൽറ്റ് ഓർ ദ മാഗ്നറ്റ് അല്ലേ. മാഗ്നറ്റിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എൻഡ് ഭാഗം. ദ നോർത്ത് പോൾ, സൗത്ത് പോളുള്ള ഈ പോളുകൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ്. ഇനി നോക്കുക, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ജീവികളെ തിരിച്ചറിയുക. ഇവരുടെ പ്രത്യേകത എന്ത്, കോമൺ ഫീച്ചേഴ്സ് എന്ത്, ആൻഡ് അവരുടെ പ്രൊസീജിയർ, അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ട്.
ഏതാണ് മക്കളെ? ഇവനെ കണ്ടാൽ തന്നെ അറിയാം, അവനൊരു ഷേപ്പും ഇല്ല, ഒരു സാധനവും ഇല്ലെങ്കിൽ അതാണ് നമ്മുടെ അമീബ അല്ലേ. ഫസ്റ്റ് വൺ നമുക്ക് അമീബയാണെന്ന് കിട്ടി. അടുത്ത ആൾ നോക്കുക, ഈ പറയുന്ന ആൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ സൂക്ഷ്മജീവികൾ നമ്മൾ പഠിച്ചില്ലേ, അമീബ, പാരമീസിയം, യൂഗ്ലീനൊക്കെ പഠിച്ചില്ലേ, ആ ആളുകളൊക്കെ തന്നെയാടാ നമ്മുടെ യൂഗ്ലീൻ അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ദ ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെല്ലുള്ള ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശജീവി അല്ലേ. ഒറ്റക്കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകകോശജീവി. മിസ് അപ്പം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, അപ്പം മിസ്സിന് ആരുമില്ല കൂട്ടിന്, അപ്പം മിസ് ഒരു യൂണിയാണ്, ഒറ്റ ഏകകോശം, ഒറ്റക്കോശം ആലോചിച്ച് വെക്കുക. അതിനുള്ള എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നൊക്കെ പറയുന്നത്. അത് പഠിച്ചു വെക്കുക. അതാണ് ഏകകോശജീവി. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വൈക്കോൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നമ്മുടെ പശുവൊക്കെ തിന്നൂലേ, തിന്നൂലേ വൈക്കോല്. ആ വൈക്കോൽ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് കുതിർത്ത് വെക്കുക, കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജല സാമ്പിൾ നമ്മൾ എടുക്കുക. അതിൻ്റെ ഒരു ജല സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ലൈഡിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെ സ്ലൈഡിൽ വെച്ചതിന് ശേഷം ഒരു സ്ട്രെയിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഒരു ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കവർ ഗ്ലാസ് ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജല സാമ്പിൾ എടുത്തിട്ട് ചെറിയ തുള്ളി ജലം സ്ലൈഡിലെടുത്ത് കവർ ഗ്ലാസ് ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് വൺ ഇതായിരുന്നു ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൈ യൂഗ്ലീനെയാണെന്നോ ചോദിച്ചിരുന്നത്. ഈ രണ്ടാളുകളെ നമുക്ക് ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതേപോലെയുള്ള ആളുകളെ നമ്മൾ യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരെ എന്ത് വിളിക്കൂടാ, ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലേ. നമ്മളെന്ന് പറഞ്ഞാൽ ഒന്നിലധികം കോശങ്ങളുണ്ട്. എന്തോരം കോശങ്ങളുണ്ട്, ഇഷ്ടം പോലെയാ. ചിക്ക് സെല്ലുണ്ട്, ബ്ലഡ് സെല്ലുണ്ട്, നെർവ് സെല്ലുണ്ട്, മസിൽ സെല്ലുണ്ട്. ഇത്രയും കോശങ്ങളുള്ള എന്നെ ഒറ്റ കോശം മാത്രമുള്ള ആളെന്ന് പറയാൻ പറ്റുമോ? ബഹുകോശം, ഒന്നിലധികം കോശങ്ങളുള്ള ആളുകളെയാണ് നമ്മൾ എന്താ പറയുക, ബഹുകോശ ജീവികൾ എന്ന് പറയാം. അപ്പോൾ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ ഒറ്റയാൾ, സിംഗിൾ സെല്ലുള്ള ആളാണ് അമീബ, ബാക്ടീരിയ, പാരമീസിയം. മൾട്ടി സെല്ലുലാർ ബഹുകോശമാണ്, പ്ലാന്റ്സും ആനിമൽസിലുമാണ് കാണപ്പെടുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് പോകെ ലൈവുകളിലും വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, സീരിയസ്.